കോഴിക്കോട് ജില്ലയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി കുന്നുകളും പുഴകളും നിബിഡ വനങ്ങളും നിറഞ്ഞ പയ്യൂർമല എന്ന മനോഹരമായ ഗ്രാമമുണ്ട്. ഇന്ന് നമ്മൾ ഇതിനെ പേരാമ്പ്ര എന്ന് വിളിക്കുന്നു. എന്നാൽ പഴയകാലത്തെ നേരിയ ഓർമ്മകൾ പയ്യൂർമല എന്ന പേര് ഈ നാടിന് ഒരു ചരിത്രമായി നിലനിർത്തുന്നു. പയ്യൂർമലയുടെ കഥ ആരംഭിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. മനുഷ്യവാസത്തിന്റെ ആദ്യകാല സൂചനകൾ. കൂറ്റൻ കല്ലുകൾ കൊണ്ട് തീർത്ത കുടക്കല്ലുകൾ ഇന്നും ഈ മണ്ണിന്റെ പുരാതനത വിളിച്ചോതുന്നു. കാലം മുന്നോട്ട് നീങ്ങി പയ്യൂർമല നാടിന്റെ ഭരണം 3 വീരനായകരായ നായർ തറവാടുകളുടെ കൈകളിലെത്തി. പാലേരിയും അവിഞ്ഞാട്ടും കൂത്താളിയും നാട്ടുപ്രമാണിമാരായ അവർ കുറുമ്പ്രനാടിനും സാമൂതിരിക്കുമെല്ലാം ആദരവ് നൽകിയിരുന്നുവെങ്കിലും പയ്യൂർമലയുടെ കാര്യത്തിൽ അവർ സ്വതന്ത്രരായിരുന്നു. സ്വന്തം മണ്ണിന്റെ വിഭവങ്ങളുടെ മേൽ അവർക്ക് അവകാശമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ധീരമായി പോരാടിയ പഴശ്ശിരാജാവിന് താങ്ങും തണലുമായി നിന്നത് ഈ പയ്യൂർമല ദേശക്കാരായിരുന്നു. അവർ പഴശ്ശിരാജയുടെ സമരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി. ബ്രിട്ടീഷുകാരോട് നേരിട്ട് ഏറ്റുമുട്ടാൻ പഴശ്ശിരാജയ്ക്ക് ആയുധങ്ങൾ ആവശ്യമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കണ്ണിൽപ്പെടാതെ വലിയ അളവിൽ ആയുധങ്ങൾ ഒളിപ്പിക്കാൻ അവർ ഇവിടെ ഒളിത്താവളങ്ങൾ ഒരുക്കി. അവർ പഴശ്ശിരാജയുടെ സമരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി. ബ്രിട്ടീഷുകാരോട് നേരിട്ട് ഏറ്റുമുട്ടാൻ പഴശ്ശിരാജയ്ക്ക് ആയുധങ്ങൾ ആവശ്യമായിരുന്നു. ആയുധങ്ങളും അമ്പുകളും സൂക്ഷിക്കാൻ പ്രത്യേകം വലിയ അറകൾ നിർമ്മിച്ചിരുന്നു. ഈ നിർണായക ദൗത്യം ഏറ്റെടുത്തത് പയ്യൂർമല ദേശത്തെ ജനങ്ങളാണ്. വലിയ അറകൾ ഉണ്ടായിരുന്നതുകൊണ്ടും അമ്പുകളും ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നതുകൊണ്ടും പയ്യൂർമല പ്രദേശം പതിയെ പെരിയ അമ്പാറ എന്നറിയപ്പെട്ടു. അങ്ങനെ പെരിയ അമ്പ് അറ കാലക്രമേണ പേരാമ്പ്രയായി മാറി. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക.